അടുത്തത് പാർട്ട് 2. സാധാരണയായി ഒരു എഞ്ചിനിലെ ഇൻലെറ്റ് വാൽവുകൾ എക്സ്ഹോസ്റ്റ് വാൽവുകളെ അപേക്ഷിച്ച്, അതായത് ഇൻലെറ്റ് വാൽവുകൾ എക്സ്ഹോസ്റ്റ് വാൽവുകളെ അപേക്ഷിച്ച് എന്തായിരിക്കും? വലുതായിരിക്കും. മാറിപ്പോകരുത്. ഇൻലെറ്റ് വാൽവുകൾ എക്സ്ഹോസ്റ്റ് വാൽവുകൾ ചെറുതും ഇൻലെറ്റ് വാൽവുകൾ വലുതുമാണ്. ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം. എക്സ്ഹോസ്റ്റ് വാൽവും ഇൻലെറ്റ് വാൽവും. ഇൻലെറ്റ് വാൽവുകളുടെ അതാണ് 3. നോക്കിയേ, ഇൻലെറ്റ് വാൽവുകൾ 335 ടു 0.5 വരെയാണ് ഇൻലെറ്റ് വാൽവുകൾ. മറ്റേത് 28 മുതൽ 43 വരെയാണ് 0.43. അന്നേരം ഇൻലെറ്റ് വാൽവുകളാണ് സൈസിൽ വലുത്. മാറിപ്പോകരുത്. ഇൻലെറ്റ് വാൽവുകൾ എക്സ്ഹോസ്റ്റ് വാൽവുകളെക്കാൾ വലുതായിരിക്കും. നെക്സ്റ്റ്, ഒരു 4 സ്ട്രോക്ക് എഞ്ചിനുകളിൽ ക്യാം ഷാഫ്റ്റ് കുറഞ്ഞത് ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഡാഷ് വേഗത്തിലായിരിക്കും. എന്താണ്? പകുതി വേഗത്തിലായിരിക്കും. നെക്സ്റ്റ്, താഴെ പറയുന്ന ഏതുപയോഗിച്ചാണ് സിലിണ്ടർ ഹെഡിലെ കരി കളയുന്നത്? സ്ക്രേപ്പർ ആണ്. മാറിപ്പോകരുത്. സ്ക്രേപ്പർ ഉപയോഗിച്ചാണ് കരി കളയുന്നത്. നെക്സ്റ്റ്, സിലിണ്ടറിലെ TDC മുതൽ BDC വരെയുള്ള ദൂരം ഇതിനെയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. നമുക്കിത് ഈ TDC BDC എന്താണെന്ന് നമുക്ക് നോക്കാം. TDC ആൻഡ് BDC ഇതാണ്. നോക്കിയാൽ ടോപ്പ് ഡെഡ് സെന്റർ ഈസ് ട്രഡീഷണൽ ദ പൊസിഷൻ ഓഫ് ഇന്റേണൽ കമ്പസിഷൻ എഞ്ചിൻ. പിസ്റ്റനുമായിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു, പിസ്റ്റൺ ആണ്. TDCയും BDCയും തമ്മിലുള്ള ബന്ധം ഇതാണ്. അതായത് ടോപ്പ് ഡെഡ് സെന്റർ ആൻഡ് ബോട്ടം ഡെഡ് സെന്റർ. ഓക്കെ ആണല്ലോ, മാറിപ്പോകരുത്. നെക്സ്റ്റ്, സാധാരണയായി ഒരു 4 സിലിണ്ടർ എഞ്ചിനിലെ ഫയറിംഗ് ഓർഡർ ഡാഷ് ആയിരിക്കും. ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഏതാണ്? 1 3 4 2. നമ്മുടെ പ്രീവിയസ് വീഡിയോക്കകത്ത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നെക്സ്റ്റ്, വാഹനം മുന്നോട്ട് ചലിക്കുമ്പോൾ ഉണ്ടാകുന്ന വായുവിന്റെ പ്രതിരോധം ഡാഷിനെ ആശ്രയിച്ചിരിക്കും. അതായത് എന്തൊക്കെയാണ് ഇതിന്റെ ഡിഫൻസ് ആയിട്ട് വരുന്നത് വണ്ടി ഓടിക്കുമ്പോൾ? അതായത് കാറ്റിന്റെ വേഗത ശരിയാണ്. വാഹനത്തിന്റെ രൂപവും വലിപ്പവും. അന്നേരം പരമാവധി ഡിഫൻസ് കുറയുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ വാഹനം രൂപകൽപ്പന ചെയ്യുന്നത് അതുകൊണ്ടാണ്. നെക്സ്റ്റ്, വാഹനത്തിന്റെ വേഗത. അന്നേരം എന്ത് ചെയ്യാം? നമ്മൾ മുകളിൽ പറഞ്ഞവയെല്ലാം എന്ത് ചെയ്യുന്നു? പ്രതിരോധത്തിനെ ആശ്രയിക്കും. വായുവിന്റെ പ്രതിരോധത്തിനെ എന്ത് ചെയ്യുന്നു? അറ്റാച്ച് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ്, എയർ കൂൾഡ് എഞ്ചിനുകളിൽ കൂളിംഗ് നടക്കുന്നത് ഡാഷ് വഴിയാണ്. എയർ കൂൾഡ് എഞ്ചിനുകളിൽ കൂളിംഗ് നടക്കുന്നത് ഡാഷ് വഴിയാണ്. എന്താണ്? കൂളിംഗ് ഫിൻസ് വഴിയാണ്. എയർ കൂൾഡ് എഞ്ചിനുകളിൽ കൂളിംഗ് നടക്കുന്ന എന്ത് വഴിയാണ്? റേഡിയേറ്റർ എന്ന് എഴുതരുത്. ഏതാണ്? കൂളിംഗ് ഫിൻസ് വഴിയാണ്. അതായത് നമുക്ക് എന്ത് ചെയ്യാം? കൂളിംഗ് ഫിൻസ് എന്താണെന്ന് നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. കൂളിംഗ് ഫിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. കൂളിംഗ് ഫിൻസ് ആർ പ്രൊവൈഡ് എനിവെയർ primarily for increasing the rate of heat transfer to the cooling medium. അതായത് ഹീറ്റിനെ എന്ത് ചെയ്യുന്നു? പരമാവധി എന്ത് ചെയ്യുന്നു? ഒഴിവാക്കുന്നു, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതാണ് കൂളിംഗ് ഫിൻസ്. മാറിപ്പോകരുത്. കൂളിംഗ് ഫിൻസ്. നെക്സ്റ്റ്, വാഹനത്തിലെ എഞ്ചിൻ പ്രവർത്തിച്ചുകൊണ്ട് വാഹനം നിർത്തിയിടുന്ന അവസരത്തിലും ഉയർന്ന ലോഡിൽ ചെറിയ സ്പീഡിൽ സഞ്ചരിക്കുമ്പോഴും റേഡിയേറ്ററിൽ കൂടിയുള്ള വായു പ്രവാഹം കൂട്ടാൻ ഡാഷ് സഹായിക്കുന്നു. റേഡിയേറ്ററിൽ കൂടിയുള്ള വായു പ്രവാഹം കൂട്ടാൻ എന്ത് ചെയ്യുന്നു? റേഡിയേറ്ററിന്റെ ഫാൻ സഹായിക്കുന്നു. നെക്സ്റ്റ്, എഞ്ചിനെ വർക്കിംഗ് ടെമ്പറേച്ചറിൽ എത്തിക്കാൻ സഹായിക്കുന്ന എന്താണ്? എഞ്ചിനെ അതായത് ഏകദേശം ഒരു ടെമ്പറേച്ചർ ഉണ്ടല്ലോ, ആ ടെമ്പറേച്ചറിൽ എത്തിക്കാൻ സഹായിക്കുന്നത് എന്താണ്? ഈ തെർമോസ്റ്റാറ്റ് വാൽവാണ്. ഇതിനെ എന്ത് ചെയ്യുന്നത്? ആ ടെമ്പറേച്ചറിലേക്ക് എത്തിക്കുന്നത്. നെക്സ്റ്റ്, വാഹനത്തിലെ ലൂബ്രിക്കേഷൻ ഓയിലുകളുടെ വിസ്കോസിറ്റി ഡാഷ് റേറ്റിംഗിലാണ് കാണുന്നത്. അന്നേരം അത് മാറിപ്പോയി SAE ആണ്. SAE റേറ്റിംഗിലാണ് ഈ ലൂബ്രിക്കേറ്റുകളുടെ വിസ്കോസിറ്റി SAEയിലാണ് കാണുന്നത്. നെക്സ്റ്റ്, എഞ്ചിൻ ഓയിൽ ഫിൽറ്റർ ആയി കൂടുതലും ഡാഷ് ടൈപ്പ് ആണ് ഉപയോഗിക്കുന്നത്. എഞ്ചിൻ ഓയിൽ ഫിൽറ്റർ എന്താണ്? ഡാഷ് ടൈപ്പ് ആണ്. കാസ്ട്രിഡ്ജ് ടൈപ്പ് ആണ് ഉപയോഗിക്കുന്നത്. എന്താണ്? കാട്രിഡ്ജ് ടൈപ്പ് ആണ് എന്ത് ചെയ്യുന്നത്? കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അന്നേരം എഞ്ചിൻ ഓയിൽ ഫിൽറ്റർ എന്താണ്? കാട്രിഡ്ജ്. മാറിപ്പോയത്. കാട്രിഡ്ജ് ടൈപ്പ് ആണ്. നെക്സ്റ്റ്, എഞ്ചിനിലെ ഓയിലിന്റെ അളവ് ഡാഷ് നോക്കി മനസ്സിലാക്കാം. ഓൾറെഡി പ്രീവിയസ്ലി നമ്മൾ കുറെ പ്രാവശ്യം ഏതാണ്? ഡിപ്സ്റ്റിക് ആണ്. ഡിപ്സ്റ്റിക് അതിന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ്, ലൂബ്രിക്കേഷൻ ഓയിലിന്റെ പ്രധാന ധർമ്മം. ലൂബ്രിക്കേഷൻ എന്താണ്? നമുക്കറിയാം. ലൂബ്രിക്കേറ്റർ ഓയിൽ എന്താണ്? തേയ്മാനം കുറയ്ക്കുന്നു. നെക്സ്റ്റ്, കാർബറേറ്ററിൽ ഡാഷ് പ്രവർത്തനമാണ് നടക്കുന്നത്. കാർബറേറ്ററിൽ എന്താണ് നടക്കുന്നത്? കാർബറേറ്ററിൽ എന്താണ്? ശരിയായ അളവിൽ ഇന്ധന വായു മിശ്രണം നടക്കുന്നു. ഇന്ധനവും വായുവും തമ്മിൽ എന്ത് ചെയ്യുന്നു? മിക്സ് ചെയ്യുന്നു. നെക്സ്റ്റ്, അന്തരീക്ഷ മർദ്ദത്തേക്കാൾ കൂടിയ മർദ്ദത്തിൽ എഞ്ചിനിലേക്ക് വായു എത്തിക്കുന്നത് ഏതാണ്? സൂപ്പർ ചാർജറുകളാണ്. സൂപ്പർ ചാർജ് ആണ് എന്ത് ചെയ്യുന്നത്? എയറിനെ കൂടിയ പ്രഷറിൽ എന്ത് ചെയ്യുന്നു? എഞ്ചിനകത്തേക്ക് കൊണ്ടുപോകുന്നത്. സൂപ്പർ ചാർജറുകൾ. നെക്സ്റ്റ്, പൊടി കയറി അടഞ്ഞുപോയ എയർ ക്ലീനർ.
മൂലം ഉണ്ടാകുന്ന പ്രധാന തകരാറ് എന്താണ്? എയർ ക്ലീനർ എന്ത് ചെയ്തു? അടഞ്ഞു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇന്ധനം കൂടുതൽ ഉപയോഗിക്കും. ഇന്ധനം എന്ത് ചെയ്യും? കൂടുതലായി ഉപയോഗം വരുന്നു. ഇന്ധനം കൂടുതലായി എന്ത് ചെയ്യുന്നു? ഉപയോഗം വരുന്നു. നെക്സ്റ്റ് കോൾഡ് സ്റ്റാർട്ടിങ്ങിന് വേണ്ടി. കോൾഡ് സ്റ്റാർട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തണുപ്പുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ തണുത്ത് കിടക്കുന്ന വണ്ടി സ്റ്റാർട്ട് ആവുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് ഗ്ലോ പ്ലഗ് എന്ന് പറയും. ഗ്ലോ പ്ലഗ്, മാറിപ്പോരുത്. ഗ്ലോ പ്ലഗ്. എന്താണ്? ഗ്ലോ പ്ലഗ്. നെക്സ്റ്റ്, ഇന്ധനം ചെറു കണികകളായി മാറ്റപ്പെടുന്നത് ഡാഷിൽ വെച്ച്, അതായത് മില്യൺ ടൈപ്പ് സ്പ്രേ മോഡൽ ആക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. എവിടെ വെച്ചിട്ടാണ്? വെറും ചെറിയ രീതിയിലുള്ള കണികളായി മാറ്റുന്നത് ഇഞ്ചക്ടർ ആണ്. ഇഞ്ചക്ടർ ആണ് എന്ത് ചെയ്യുന്നത്? സ്പ്ലിറ്റ് ചെയ്ത് വെറും ചെറിയ കണികളായി മാറ്റുന്നത്. നെക്സ്റ്റ്, എഞ്ചിൻ ഫയർ ഓർഡർ അനുസരിച്ച് സ്പാർക്ക് പ്ലഗുകളിൽ കറണ്ട് ഡാഷ് ആയി എത്തുന്നു. ഏത് വഴിയാണ് എത്തുന്നത് എന്നാണ് ചോദിച്ചത്. ഡിസ്ട്രിബ്യൂട്ടർ വഴിയാണ് എത്തുന്നത്. എഞ്ചിൻ ഫയർ ഓർഡർ അനുസരിച്ച് സ്പാർക്ക് പ്ലഗുകളിൽ കറണ്ട് ഡാഷ് എത്തിക്കുന്നു. ഏതാണ് എത്തിക്കുന്നത്? ഡിസ്ട്രിബ്യൂട്ടർ ആണ് എത്തിക്കുന്നത്. നെക്സ്റ്റ്, ഒരു സ്പാർക്ക് പ്ലഗിന്റെ എയർ ഗ്യാപ്പ് ഡാഷ് ആയിരിക്കും. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. 0.6 mm to 1 mm വരെയാണ്. 0.6 mm to 1 mm വരെയാണ്.